എന്നാ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓരോ രീതിയിലാണ് മനുഷ്യന് മോട്ടിവേഷൻ വരിക. ആ ചെറുക്കനാണ് വ്യാഴം മറിഞ്ഞിരിക്കുക. വല്ലപ്പോഴൊക്കെ നീയും അറിയുന്നുണ്ട്. വല്ലപ്പോഴോ? പുറത്തോട്ട് വിടാതെ ഒരു 2 ആഴ്ച ഇവിടെ ഇരുത്തി തരാമെങ്കിൽ ബാക്കി കാര്യം ഞാൻ പ്ലീസ് ബേബി, കുറവാനല്ല, എനിക്ക് പണിക്ക് വയർക്കുന്നുള്ള കാര്യം നിനക്ക് അറിയണല്ലേ. ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോ അത് എന്നോട് പറയേണ്ട അമ്മയും മോനും കൂടെ പോയി ഒപ്പിച്ചല്ലേ? എന്താണ് രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി എന്റെ ഭാര്യ സുന്ദരി കുട്ടിയെ നിൽക്കാറുള്ളൂ. ഇനി ചിക്കനോ ബീഫോ എന്തെങ്കിലും കൈ കൊണ്ട് തൊട്ടാ. ഹലോ. ആ ബെന്നിച്ചൻ എവിടെയാ? ഞാൻ എന്താടാ നമ്മുടെ ഒരു പാർട്ടിയിലെ മെമ്പർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പണ്ടാരടങ്ങാനായിട്ട് മായ്ക്ക് ഭയങ്കര മൂളല്ല, അത് ആകപ്പാടെ പുലിപാലായി. ഞാൻ അതിന്റെ പുറകെയാ. താമസിക്കും, ഇതൊന്നും ഉടനെ നടപടിയുള്ള കേസൊന്നും അല്ല. അല്ല ബെന്നിച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബെന്നിച്ച ഒന്ന് പെട്ടെന്ന് വീട് വരെ വാ. ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് ബെന്നിച്ച. ഞാൻ അതിനേക്കാളും വലിയ പ്രശ്നത്തില. ബെന്നിച്ച, ഇത് സാധാരണ പ്രശ്നം പോലെ അല്ല, ഇത് കുറച്ച് ഭീകര പ്രശ്നമാണ്. ഇത് അതിനേക്കാളും വലിയ അന്താരാഷ്ട്ര പ്രശ്നം. ഇത് വലിയ ബെന്നിച്ച, നിങ്ങൾ ഈ വിചാരിക്കുന്ന മാതിരത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കില്ലായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഒരു കാര്യം, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരാം. നിന്റെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്നും പെട്ടെന്ന് ബെന്നിച്ച, പ്ലീസ് ബെന്നിച്ച. ബെന്നിച്ച പെട്ടെന്ന് വന്നിട്ടില്ലല്ലോ. ഇന്ന് എന്നെ സഹായിക്കാൻ പറ്റില്ല ബെന്നിച്ചിന്, പിന്നെ എന്നെ സഹായിക്കാൻ പറ്റും തോന്നുന്നില്ല ബെന്നിച്ച. അതങ്ങനെയാണ്, അത്രയും ഭീകര പ്രശ്നത്തിലാണ് ബെന്നിച്ച ഞാൻ. ശരി, പെട്ടെന്ന് പറഞ്ഞേ. പെട്ടെന്നുള്ളൊരു വാക്ക് ഒന്ന് വാ ബെന്നിച്ച. ബീഫില്ല പോലും. ബീഫില്ലെങ്കിൽ ലൈഫ് ഇല്ലടാ, ബീഫില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇത്രയും കഷ്ടത്തിൽ ഇതുവരെ ഞാൻ ആയിട്ടില്ല. സമയത്ത് ബെന്നിച്ചനും വന്നിട്ടില്ല. മടുത്ത്, എല്ലാം കൊണ്ടും ജീവിതം മടുത്ത്. കണ്ടാറടങ്ങാനായിട്ട് ഏത് നേരത്താണോ കൊൽസിനെ കാണാൻ. എന്താണ്? എനിക്കൊരു കാര്യം പറയണ്ട്. എന്ത്? നിങ്ങളുടെ അമ്മ പല്ലിന് ക്ലിപ്പിട്ട് അതിന് ഞാൻ എന്റെ മുടി കളർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര കാലം 2000 രൂപ ചോദിക്കണേ. നിങ്ങളുടെ അമ്മ എനിക്ക് തന്നോ? എന്റെ പൊന്ന് കൃതു, ഞാൻ ആകെ ടെമ്പർ തെറ്റി നിക്കാണ്. നീ ഇടയിൽ കൂടെ വന്നിട്ട് മുടിയുന്നും കമ്പിന്നും മറ്റേ മുട്ടൊക്കെ നിക്കല്ലേ. ഓഹോ, എന്ത് കോഹോ? എന്നെ വഴക്ക് പറയുന്നോ? നിങ്ങൾക്ക് അത്ര ധൈര്യായോ? പൊന്ന് കൃതു, ഇതുവരെ കണ്ട ഗോവിന്ദേട്ടൻ ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നത്. ഞാൻ കാര്യം പറഞ്ഞുതരാം നിന്റെ അടുത്ത്. ആണോ? ഇതുവരെ കണ്ട ഗോവിന്ദേട്ടനെ അല്ല കാണോ ഇനി? ഇതുവരെ കണ്ട ഗോവിന്ദേട്ടൻ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നാ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കിത്താ. എനിക്ക് മുടി കളർ ചെയ്യാൻ പൈസ തരുമോ, അല്ലെങ്കിൽ അമ്മേനെ ക്ലിപ്പ് കൂടി ഞാൻ കിണറ്റിലിടും. ഞാനല്ലല്ലോ അമ്മയ്ക്ക് ക്ലിപ്പ് ഇട്ട് കൊടുത്തു. ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് തുണീന്റെ വേറെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? എനിക്കൊരു 2000 രൂപ മുടിക്ക് വേണമെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഇരക്കടാ. എനിക്ക് ജീവിതം മടുത്ത് നാറടക്കല്ല എടുത്തടാ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. പ്രശ്നം ഉണ്ടാക്കല്ലേ. നിനക്ക് ഇപ്പൊ എന്താ വേണം? നിനക്ക് വേണ്ടി ഞാൻ നോൻപെടുത്തില്ലേ? ഞാൻ ഇനി പണിക്ക് ജോലി കിട്ടല്ലോ. ജോലി കിട്ടി കാശ് കിട്ടല്ലോ. കാശ് കിട്ടുമ്പോൾ നിന്റെ മുടി മൊത്തമായിട്ട് മൊട്ടടിച്ചിട്ട് പുതിയ മുടി വരുത്തിട്ട് ആ മുടിയെ പേരടിപ്പിച്ചാൽ മതിയോ? എടാ, കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ പോയതല്ലേടാ നിന്റെ ജോലി. എന്നിട്ട് നീ 5 വർഷമായില്ലേടാ. ഇപ്പൊ ജോലി കിട്ടും. അപ്പൊ അത് മേടിച്ചത് കുറെ കാലായില്ലോടാ നീ പറയാൻ തുടങ്ങിയിട്ട്. അത് എവിടെയാണ് എല്ലാം ഈ ചുരിദാറത്തെ കൊല്ലായി അറിയോടാ. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ വന്നതിന് ശേഷം എനിക്ക് കണ്ടക ശനി തുടങ്ങിയതല്ല കാര്യം. ഞാനൊന്നും പറയുന്നില്ല. നീ വന്നതിന് ശേഷം കണ്ടക ശനിയല്ല, അതിന്റെ അപ്പുറത്തെ ശനിയാണ്. ഇവക്ക് എന്തിന്റെ കേടാ? എന്റെ ദൈവമേ, തള്ളക്കും പോയിരിക്കും ഭ്രാന്തായല്ലോ. ഈശ്വര, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ആയോ? ബെന്നിച്ചാ, വിഷമം വന്ന ഒരു കട്ട്ലറ്റ് കഴിച്ചാറുണ്ട്. കട്ട്ലറ്റ് ഇതെവിടുന്നാ? ഞാൻ കടയിൽ നിന്ന് മേടിച്ചാ. അത് നീ ഇവിടുന്ന് എങ്ങും പോയി കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിനക്ക് അവിടെ നിന്ന് കിട്ടിയത്? ഓർഡർ ചെയ്തു. എന്തോ കട്ട്ലറ്റാ? നല്ല ചിക്കൻ കട്ട്ലറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
നിന്നോട് ഞാൻ ഇവിടെ പറഞ്ഞാണ് ഇവിടെ കുറെ നാളത്തേക്ക് നോൺ വെജ് വാങ്ങിക്കരുതെന്ന്. ഇവിടെ ഇത് വാങ്ങിക്കാതിരുന്നല്ലേ ഗോവിന്ദ കഴിക്കാതിരിക്കുള്ളൂ. ഇനി ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കണ്ടേ? അപ്പൊ അവൻ നോൺ വെജ് കഴിക്കത്തില്ലേ? വ്രതം മുടങ്ങത്തില്ലേ? ഈ വഴിപാടും എല്ലാം വെറുതെ ആവത്തില്ലേ? അവന് വേണമെങ്കിൽ അവൻ വ്രതം എടുത്താൽ മതി. മണം അടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത്. നിനക്ക് എന്നെ അവനോട് ഇത്ര വാശി വരാക്കോ? എനിക്ക് മുടി കളർ ചെയ്യാതെ അമ്മേനെ കൊണ്ടുപോയിട്ട് അമ്മക്ക് ക്ലിപ്പ് ഇട്ട് തന്നെയാണ് വാശിക്കും വൈരാഗ്യത്തിനും കാരണം. ചേട്ടി അത് എന്റെ കാശ് കൊണ്ടാ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അവന്റെ കാശോ നിന്റെ കാശോ അല്ലല്ലോ. പിന്നെ നീ ഇത്ര കിടന്ന് തുള്ളണ എന്തിനാ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അമ്മ എപ്പോഴും എന്റെ കാശ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അമ്മ ഉണ്ടാക്കിയതാ? അച്ഛൻ ഉണ്ടാക്കിയതല്ലേ? അച്ഛന്റെ സ്വത്ത് അവനും കൂടെ അവകാശപ്പെട്ടതാ. ഇനി മേല അമ്മ എന്റെ കാശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞു. നീ ആരാ? അവന്റെ വക്കീലോ? സ്വത്തിന് വേണ്ടി ഇങ്ങനെ ഘോര വാദിക്കാൻ? ഞാൻ ചിലപ്പോ അവന്റെ വക്കീലാവും, ഭാര്യയോ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ. അമ്മയ്ക്ക് എന്താ അതിന്? അതാരാ? കുമ്പിടിയോ എല്ലാം ആകാനായിട്ട്? അമ്മേ ഇപ്പൊ എന്താ വേണ്ട? സ്വസ്ഥായിട്ട് തന്നെ ഈ കട്ട്ലറ്റ് കഴിക്കാൻ പോലും ഇവിടെ സമ്മതിക്കില്ലേ? നിന്നോട് ഞാൻ ഇവിടെ പറഞ്ഞാണോ 100 വട്ടം? കുറെ നാളത്തേക്ക് ഇവിടെ നോൺ വെജ് കഴിക്കരുത് മേടിക്കരുതെന്നു. അട്ടെ നീ മാത്രം എന്നെ ഈ തോന്നിവാസം കാണിക്കുന്നത്. അവന് ജോലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കഴിക്കാണ്ടിരിക്കുന്നേ? എനിക്ക് കഴിക്കണം. മേടിച്ചപ്പോ നീ എനിക്ക് വേണോന്നൊരു വാക്ക് ചോദിച്ചോ? അമ്മയ്ക്ക് വേണോന്ന് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ ക്ലിപ്പ് ഇടാൻ പോകുമ്പോ എന്നെ വിളിച്ചോ? മനുഷ്യനൊരു ഇത്തിരി മനസമാധാനം തരുമോ രണ്ടാൾക്കാരും? എന്താണിത്? വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഈ പെണ്ണ് എന്റെ നേരെ തട്ടിക്കയറി വരുവോ ഗോവിന്ദ? എന്താ നിങ്ങളുടെ പ്രശ്നം ഇപ്പം? ഞാൻ കട്ട്ലറ്റ് കഴിക്കുന്നതാണ് അമ്മയുടെ പ്രശ്നം. ഇത് എന്ത് കട്ട്ലേറ്റാ? ഇത് ചിക്കൻ കട്ട്ലറ്റ്. ചിക്കൻ കട്ട്ലേറ്റോ? അതെ. നീയല്ലേ എന്നോട് നേരത്തെ വന്ന് പറഞ്ഞു നമുക്ക് വേണ്ടിട്ട് എന്തോ വ്രതാണ്, അമ്പലത്തിൽ പോയി ശാന്തി എന്തോ പറഞ്ഞു എന്നൊക്കെ. അത് ഈ ക്ലിപ്പ് ഇട്ടത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതിന് ശേഷം ഞാൻ അറിഞ്ഞു. ശാന്തി പറഞ്ഞാണ് നമ്മൾ ക്ലിപ്പ് ഇട്ടത്? അതൊന്നും എനിക്കറിയത്തില്ല. നീ അമ്മയും കൂടിയിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടാതെ പോയതല്ലേ? ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ നിനക്ക്? നീ എന്നോട് എന്ത് വർത്താനം നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് പോലും ഞാൻ സ്വന്തം വാക്ക് കൊടുക്കാത്ത ഞാൻ നിനക്ക് വേണ്ടി വാക്ക് തന്നു. 1001 ശൈനപ്പലിശം ഞാൻ ഏറ്റു. ഇതൊക്കെ എന്തിനു വേണ്ടി? നിനക്ക് ഈ ചിക്കൻ കട്ട്ലേറ്റ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ വേണ്ടോ? ഉളുപ്പുണ്ടോ നിനക്ക്? ഉളുപ്പുണ്ടോ? മിഴുങ്ങണി നിന്നെപ്പോലത്തെ ആൾക്കാർക്ക് വേണ്ടി ഇത്രയും വലിയ വാക്കെന്ന് ഞാൻ ഒരു പൊട്ടല്ല മരപ്പൊട്ടൻ. അതെ. ഉളുപ്പ് വേണോ കുറച്ചൊക്കെ? ഒന്ന് നിർത്തണല്ലോ. അതെ, ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഭയങ്കര വേദന. താടിയും പറ്റുമൊന്നും അനക്കാൻ പറ്റുന്നില്ല. 5000 രൂപ മുടക്കിയതല്ലേ, കളയാൻ പറ്റുമോ? നിനക്ക് ചേരുമെങ്കിൽ എടുത്തു. എനിക്ക് കട്ട്ലറ്റ് മതി. എന്ത് മനുഷ്യന്മാരോട്, എന്ത് ഫാമിലിയാണോ? ഈ തള്ളക്കൊക്കെ പ്രാന്താണ്.